എല്ലാ റെക്കോർഡുകളും അത് തനിക്ക് മുൻപിൽ ഹാജരാക്കിയിരിക്കണം, എത്തിച്ചിരിക്കണം. സുപ്രീം കോടതിയുടെ അടിവരയിട്ട് കൊണ്ടുള്ള ഒരു താക്കീതിൽ പോളിംഗ് ബൂത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോ പോളിംഗ് ബൂത്തുകളിലും 300 വോട്ടർമാരെ കൂടുതലായിട്ട് ചേർക്കണമെന്ന് കമ്മീഷന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അതിനോട് മുഖം തിരിക്കുന്ന കൂട്ടത്തിലാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഒന്നും നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് കട്ടായം പറയുന്നത്. 13,766 പോളിംഗ് സ്റ്റേഷനുകളാണ് ഡൽഹിയിലുള്ളത്. ഓരോന്നിലും 300 വോട്ടർമാരാണ് അധികം വരുന്നത്. അതുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ എതിർപ്പറിയിക്കുന്നത്. അന്തിമവിധി പുറപ്പെടുവിപ്പിക്കും വരെ പോളിംഗിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ സുപ്രീം കോടതി 3 ആഴ്ചയാണ് മറുപടി പറയാൻ കമ്മീഷന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും പരമാവധി വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 1200-ൽ നിന്ന് അത് 1500 ഉയർത്താനുള്ള നീക്കം ചോദ്യം ചെയ്ത് ഇന്ദു പ്രകാശ് സിംഗ് ഹർജി നൽകിയിരുന്നു. കൃത്യമായ കണക്കുകളുടെ അഭാവത്തിലും യുക്തിരഹിതമായും വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2011 ശേഷം രാജ്യത്ത് സെൻസസ് നടത്താനൊന്നും മുതിർന്നിട്ടില്ല ആരും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ കൃത്യമായ കണക്കുണ്ടോ എന്ന് ചോദ്യങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ എങ്ങനെ വർദ്ധിപ്പിക്കും? അതൊന്നും അറിയാതെ വോട്ടർമാരുടെ എണ്ണം കൂട്ടുന്നത് തിക്കും തിരക്കൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുമെന്നൊക്കെ പറയുകയാണ് ഇവിടെ സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് CCTV ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് റെക്കോർഡുകളും സ്ഥാനാർത്ഥികളുടെ വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെ ഇലക്ട്രോണിക് രേഖകളെ പൊതുജന പരിശോധനയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നിരുന്നത്. അതിനുകൂടെ ഒരു അടിയാണ് ഇവിടെ കോടതി കൊടുക്കുന്നത്. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികളിലും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 3 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ സുപ്രീം കോടതി കാര്യമായിട്ട് തന്നെ ഇടപെടുകയാണ്. കാരണം ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയ ഭാഗത്ത് BJP തൂത്തിറക്കിയപ്പോൾ പ്രതിപക്ഷം കനത്ത എതിർപ്പാണ് അറിയിച്ചത്. എങ്ങനെയാണ് ഈ വിജയം സാധ്യമാക്കിയത് എന്ന രാഷ്ട്രീയത്തിന് അതീതമായ ചോദ്യങ്ങൾ ഉയർത്തുകയായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി. ആദ്യമൊക്കെ കമ്മീഷനും സുപ്രീം കോടതിയും പ്രതിപക്ഷത്തെ തീർത്തെതിർത്തപ്പോൾ EVM-ലെ ചാർജിന്റെ കണക്കടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷം 20 മണ്ഡലങ്ങളെയും ചൂണ്ടിക്കാണിച്ച് കാര്യപ്രസക്തമായ രൂപത്തിൽ അട്ടിമറിയെക്കുറിച്ച് പറഞ്ഞത്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ സുപ്രീം കോടതിയും ഒരേ സ്വരത്തിൽ പ്രതിപക്ഷത്തെ കേട്ടോളാം എന്ന് പറയുകയായിരുന്നു. അതിന് പിന്നാലെ വരുന്നൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്.